കുമാർ തെലപ്പൻ സാർ, ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം സോണിയാഗാന്ധി എഴുതിയിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് വലിയ വിഷമം ഖമനേയി കൊല്ലപ്പെട്ടതിൽ. ഖമനേയി കൊല്ലപ്പെട്ടതിൽ വിഷമമൊന്നും മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഖമനേയിയെ വധിച്ച അമേരിക്കയുടെ ഇസ്രയേലിന്റെ നടപടിയെ അപലപിച്ചിട്ടില്ല. ഒരു രാജ്യത്തിന്റെ തലവൻ കൊല്ലപ്പെടുമ്പോൾ അതിനെ ഇന്ത്യ അപലപിക്കേണ്ടതാണ് എന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. എനിക്കത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. ഏത് രാജ്യത്തിന്റെ തലവനാണ് ഖമനേയി? എന്റെ സുനിൽ, ആ സ്ത്രീക്ക് അക്ഷരാഭ്യാസം ഇല്ല, മനസ്സിലായില്ല. ഇത് ആരാണ്ട് എഴുതി കൊടുത്ത ആ രമേശ് ജയറാമോ, ജയറാം രമേശോ അതുപോലുള്ള വേറെ ആരെങ്കിലും പഴയ കോൺഗ്രസ്സുകാർ ഉണ്ടാവും, അവരുടെ ചിങ്കിടികള്, അവരെഴുതി കൊടുത്ത ഇവരുടെ പേരിൽ പബ്ലിഷ് ചെയ്യാനാ. ആരമ്മയ്ക്ക് എഴുത്തുമാരെ അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല അവർ ഇറ്റലിയിലെ ആശാമ്പള്ളി കൂടത്തിൽ കൂടി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോണിയാഗാന്ധിക്ക് എഴുത്തുമായനെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ്. അവര് എന്താ പറയണേ, ഇറ്റാലിയൻ ഭാഷയിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയും, അതും ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി കൊടുക്കണം. ഇപ്പൊ ഇവിടെ ഹിന്ദിയിൽ പ്രസംഗിക്കുമ്പോഴും ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല അയമ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നൊക്കെ. അത് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി കൊടുത്തിട്ടാണ് അയമ പ്രസംഗിക്കണേ. പിന്നെ അവർക്ക് യാതൊരു വിവരവുമില്ല, വിദ്യാഭ്യാസമില്ല. അവർക്ക് ആകെ കൂടി ഉള്ളത് നരേന്ദ്രമോദിയോടും BJPയോടും RSSനോടുള്ള വെറുപ്പ് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനം നടത്താമല്ലോ. ആയ്മ വത്തിക്കാൻ ഏജന്റാണ് എന്റെ സുനിൽ, അത് മനസ്സിലാക്കുക. ഞാൻ എത്ര തവണ പറഞ്ഞാലും സുനിൽ വിശ്വസിക്കൂല. അത് എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാനൊരു ഭ്രാന്തനെ പോലെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവര് ഡേഞ്ചറസ്, ഷീസ് എ ഡേഞ്ചറസ് ലേഡി. അതൊക്കെ ഖമേനിയുടെ ഔദ്യോഗിക പദവി വല്ലതുണ്ടോന്ന് അറിയോ? ആയിട്ട് തോന്നി. ഒരു രാജ്യത്തിന്റെ തലവൻ മരിച്ചിട്ട് ഇന്ത്യ അപലപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വിവരക്കേടാണ്. ഒരു മത നേതാവല്ലേ? അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ സ്പിരിച്വൽ ലീഡറാണ് അയാളെന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ അയാൾ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു പദവിയൊന്നുമില്ല അയാൾക്ക്. സുപ്രീം ലീഡർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോൺഗ്രസില് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിലാരും ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് അല്ലല്ലോ. ഇപ്പൊ സോണിയാഗാന്ധി നാഷണൽ അഡ്വൈസറി കൗൺസിലിലെ ചെയർപേഴ്സണായി ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡാ. അവര് സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പാവമ്മ മൻമോഹൻ സിംഗിനെ വേലക്കാരനാക്കി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള ആളാ. പിന്നെ അവരുടെ മക്കൾ കാണിക്കുന്ന കാണാൻ പാടില്ലേ? എന്നിട്ട് അവർ പറയാണ് ഇന്ത്യൻ വിദേശ നയം എന്ന് പറയുന്നത് ഭയങ്കര പാഴ്ചകൾ പറ്റിയിട്ടുണ്ട് പോലും. ആയമ്മയ്ക്ക് വിദേശ നയത്തിനെ പറ്റി എന്തറിയാം? ഇറ്റലിയിൽ ഉണ്ടാക്കിയ ഒരു ആർക്കും വേണ്ടാത്തൊരു എടുക്കാച്ചെറുക്കനെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഡംപ് ചെയ്ത് നമ്മൾ അതിനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ വിഷമം. ഈ ഖമേനി പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് സുനിലിന്റെ ഓർമ്മയില്ലേ? അല്ല, ഞാൻ ഓർക്കുന്നത് കാശ്മീർ പാകിസ്ഥാന്റെയാണ്, പാകിസ്ഥാന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇഷ്യൂലും ഈ കൊരങ്ങൻ അലി ഖമേനി എന്താ പറഞ്ഞതെന്നറിയാമോ? 2020 കശ്മീർ മറ്റേ ലോകത്തെങ്ങുമുള്ള മുസ്ലിങ്ങളുടെ ഹൃദയം വിങ്ങുകയാണെന്ന്. എന്താ പറഞ്ഞ ഡൽഹിയിൽ മറ്റേ CAA അതിനെതിരെ പ്രകടനം നടത്തിയ മുസ്ലിങ്ങളൊക്കെ മാസക്കർ ചെയ്തു എന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? അത് മറ്റേ അതിനു മുമ്പ് ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കി. കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള പദവി അത് റദ്ദാക്കി. അതിനെയും അയാള് എന്താ പറയണ ഭയങ്കരമായിട്ട് വിമർശിച്ചു. എന്റെ ഹൃദയം ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി കേഴുന്നു എന്നൊക്കെയാ പറയണത്. അന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ഇറാൻ അംബാസിഡറെ വിളിച്ചു ഒരു താക്കീത് ചെയ്ത് വിട്ടതാണ്. അയാളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം, ഇത് ഇങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എന്ന് പറയണം. അതുപോലെ 2017 ഇയാൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമല്ല, അതൊരു സെപ്പറേറ്റ് രാജ്യമാണ്, നമ്മൾ അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഇന്ത്യനെ കുറ്റം പറഞ്ഞു അയാള്. അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അയാൾ മരിക്കുമ്പോ ഇന്ത്യ എന്തിനാ അതിനെ വിമർശിക്കണേ? എന്തിനാണ് അയാളെ കൊല്ലുമ്പോ? അയാൾ ശരിക്കും പറഞ്ഞാൽ വാളെടുത്തവൻ വാളാൽ എന്നുള്ള രീതിയിൽ വായിലെ നാക്കുകൊണ്ട് ജനങ്ങളെ മുഴുവൻ വെറുപ്പിച്ചയാള്. സുനിലിനെ അറിയില്ലേ, കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഒരു പെണ്ണ് തട്ട ഇടാണ്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞ് അതിനെ തട്ടമിട്ടൊന്നുമല്ല സാർ, തട്ട ഇടാഞ്ഞിട്ടല്ല, തട്ടം ഇട്ടപ്പോ തട്ടത്തിനിടയിലൂടെ മുടി പുറത്ത് കണ്ടു. അയക്കെന്താ നഷ്ടം? അതുകൊണ്ട് നല്ല കാര്യം അയാൾക്ക് എന്താ ചാളി 80-ാമത്തെ വയസ്സിൽ ആ പെണ്ണിനെ കെട്ടാൻ പോകണ്ട അയാള്. നല്ല കാര്യം അയാൾക്ക് മിണ്ടായിക്കേണ്ട ആവശ്യമുള്ളൂ. അയാൾ സുപ്രീം ലീഡർ ആണെങ്കിൽ അവിടെ ഇരുന്നുള്ള മറ്റു രാജ്യങ്ങളിലെ ഇതിൽ ഇടപെടണമെങ്കിൽ അവർക്ക് അവരുടെ പ്രസിഡന്റ് ഉണ്ട്, പിന്നെ അവരുടെ എന്തുകൊണ്ട് കൗൺസിലോ ഭണ്ഡാറോ ഒക്കെ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. അത് പറയാണ്ട് ഇയാൾ കയറി വേണ്ടാത്തടുത്ത് അഭിപ്രായം പറയും. ഈസ് റിലീജിയസ് സെലക്ട് നോ. അയാളെയൊക്കെ ശരിക്കും ഹോട്ട് ഹെഡ്സ് അല്ലോ, അയാളെയൊക്കെ ശരിക്കും പണ്ടേ കൊല്ലേണ്ടതായിരുന്നു. ഇസ്രായേൽ ഇത്രയും നാൾ സഹിച്ചിരുന്നത് എന്താ പറയുന്നത്,
ക്ഷമിച്ചിട്ടാണ്, ലോകത്തിലുള്ള മാന്യത കൊണ്ടാണ് സഹിച്ചിരുന്നത്. അയാൾ പറഞ്ഞിരുന്നതാണ്, ഇസ്രായേൽ വിമുക്ത ലോകമാണ് ഞങ്ങളുടെ സ്വപ്നം എന്ന്. ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു മാറ്റും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കുമോ? ഈ സ്ത്രീ പറയണതിനെ കാര്യമാക്കണ്ട. അവരെന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ആലോചിക്കുക, ഏതെങ്കിലും ശിങ്കരികളെ എഴുതി കൊടുത്ത പ്രസംഗം അവരുടെ ലേഖനം അവരുടെ പേരിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് അവർ എഴുതിയിട്ടുണ്ടല്ലോ. അവർ ആൻഡമാൻ നിക്കോബാറിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ല, ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ വൻ പ്രൊജക്ട് വരുന്ന അതിനെ കുറ്റപ്പെടുത്തും, അതിനെ സ്ഥിരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ വിവരമില്ലെങ്കിൽ ആ വിവരമില്ലായ്മ അവര് ഇത് ചെയ്യാൻ വേണ്ടി മിണ്ടാതിരിക്കുക, അത് ചെയ്യൂല. അല്ല, സത്യത്തിൽ സോണിയാഗാന്ധിക്ക് അറിഞ്ഞുകൂടെ സാർ, ഈ ഖമനേയി ഇന്ത്യയുടെ കാര്യത്തിൽ, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത ഇന്ത്യ വിരുദ്ധനായ ഒരാളാണെന്ന് സോണിയയ്ക്ക് അറിയാമല്ലോ. എന്നിട്ടും ഇവരിങ്ങനെ പറയുന്നത് വിവരമില്ലാടികയാണോ മനഃപൂർവ്വമാണോ? അവര് വിവരമില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതൊന്ന്. പിന്നെ എന്താ പറയുക, ഇവർക്ക് ഇന്ത്യ വിരുദ്ധ, ഇവര് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ സ്ത്രീയല്ലേ. ഇവര് ഇറ്റലിയിൽ നിന്ന് പണ്ടാറിറങ്ങിയിട്ടല്ലേ ഇവിടെ ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട്. രാജീവ് ഗാന്ധിക്ക് വേറെ പെണ്ണിനെ കെട്ടാത്തതാണ്. ഇവര് തലേ കയറിയതാണ്, അയാളുടെ തലേ പെട്ടുപോയതാണ് അയാൾ. ഞാൻ നോണ പറയണല്ലേ. എന്റെ സുനിൽ, ഡൽഹിയിലേക്ക് ഇവരുടെയൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് പറയണേ ആ മനുഷ്യര് വലിയൊരു മണ്ടത്തരം പറ്റിപ്പോയതാന്നാ പറയണത്. അല്ലെങ്കിൽ ഇവർക്ക് ഇന്ത്യയിൽ ഇയാളുടെ പുറകെ കടന്ന് പ്രധാനമന്ത്രിയുടെ മോനെ ഏതോ ബാറിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് അയാളെ വലയിലാക്കിയതാണ്. ആരംഭിക്ക് മനസ്സിലായി പിടിച്ചിരിക്കണ പുളിങ്ങമ്മന്ന്. അത് മാത്രമല്ല, സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ പറയുന്നത് ബാറിൽ വെച്ച് വലയിലാക്കാൻ വിദേശ രാജ്യങ്ങൾ ഉപയോഗിച്ച ചാര വനിതയാണെന്നൊക്കെ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്. എല്ലാമുണ്ട്. അതും എന്താ പറയുന്നത്, അവർ പ്രധാനമായിട്ടും അവരിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വത്തിക്കാനിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ഈ വത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരിക്കുന്ന ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. സുനിൽ, നമ്മുടെ ലോനപ്പൻ നമ്പാടിന്റെ ആത്മകഥ വായിച്ചിട്ടില്ലേ, ഒരു വിശ്വാസിയുടെ യാത്ര? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല സാർ. അയ്യോ, എന്റെ സുനിൽ വായിക്കുന്നത്, ഞാനൊക്കെ വായിക്കണ, യു ഷുഡ് റീഡ് ദാറ്റ്. 1959 ഇവിടെ വിമോചന സമരം നടന്നു. വിമോചന സമരം ആരാ ഫൈനാൻസ് ചെയ്ത മുഴുവനും? CIA വത്തിക്കാനും കൂടിയാണ്. അത് പൈസ മേടിച്ച കൂട്ടത്തിൽ ആ സമരത്തിലുള്ള ആളായിരുന്നു നമ്മുടെ ലോനപ്പൻ നമ്പാടൻ. അദ്ദേഹം പൈസ മേടിച്ചില്ല എന്നാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. പക്ഷെ പൈസ മേടിച്ച കുറെ പേരുണ്ട്. അവരൊക്കെ കൊണ്ടുപോയിട്ട് യൂറോപ്പിലും പിന്നെ എന്താ പറയുന്ന മറ്റു പല സ്ഥലങ്ങളിലും കൊണ്ട് സുഖവാസ കേന്ദ്രങ്ങളിൽ താമസിച്ച് 10-15 ദിവസം താമസിപ്പിച്ച് സുഖിപ്പിച്ചാ വിട്ടത് അവിടെ നിന്ന്. അത് വത്തിക്കാന്റെ അജണ്ടയായിരുന്നു. കാരണം അന്ന് കമ്മ്യൂണിസത്തോട് ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കർക്ക് വലിയ വെറുപ്പായിരുന്നു. അവര് വിചാരിച്ചിരുന്ന അവര് അന്ത്യക്രിസ്തുവാണ്, കാരണം ദൈവവിശ്വാസമൊന്നുമില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെയല്ലേ മനസ്സിലായത് കത്തോലിക്ക സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. മനസ്സിലായില്ല. അവരുടെ നേതാക്കന്മാർ, നമ്മുടെ മുഖ്യമന്ത്രിനെ പോലുള്ളവർക്ക് പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവരൊക്കെ ഭയങ്കര ബ്രാഹ്മണന്മാരാണ്. അതുപോലെ കർദിനാള്, സൂപ്പർ കർദിനാള്, പോപ്പ്, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു. ഒന്നുമില്ല, സാധാരണക്കാരാണ് അവരൊക്കെ. പാമ്പ്ലാനി എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട് തലശ്ശേരിയിലെങ്ങാണ്ട്, മൂപ്പര് പറഞ്ഞില്ല റബ്ബറിന് 400 രൂപ ഞാൻ 4 സീറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലേ. കച്ചവടക്കാരാണ് വരുന്നുണ്ടായിട്ട്. അപ്പൊ ഈ ഖമനീനെ കൊന്നതിന് ഇന്ത്യ പ്രതികരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാളുടെ ബ്ലെസ്സിങ്സോട് കൂടി സുനിലിന് അറിയോ എത്രമാത്രം തീവ്രവാദ സംഘടനകളാണ്, ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളാണ് ഇറാനിൽ പൊട്ടി വിരിഞ്ഞു വന്നതെന്നറിയാമോ? അവരുടെ പ്രധാന ലക്ഷ്യം ഒന്ന് അമേരിക്ക, ഇസ്രായേൽ ആൻഡ് ഇന്ത്യ. സനാതനധർമ്മം തകർക്കണം, പിന്നെ ക്രിസ്ത്യാനികളെ തകർക്കണം. അത് ക്രിസ്ത്യാനികൾക്ക് അറിയില്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ ജൂതമതം, ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല അവരുടെ. ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇന്ത്യയും ഇറാനും തമ്മിൽ പക്ഷെ നയതന്ത്രപരമായി കുറച്ചും മെച്ചപ്പെട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ചാബഹാർ തുറമുഖം ഉൾപ്പെടെ നമുക്ക് തരുകയൊക്കെ ചെയ്തിരുന്നല്ലോ. സ്ട്രാറ്റജിക് ആയിട്ട് ഒരു റിലേഷൻ അവരുമായിട്ട് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. തീർച്ചയായിട്ടും സ്ട്രാറ്റജിക് റിലേഷൻ ഉണ്ടായിരുന്നു അവരുമായിട്ട്.
പക്ഷെ അത് ഇയാളുടെ പ്രസ്താവനകൾ കൊണ്ട് ജനങ്ങളെ വെറുപ്പിച്ചു. കാരണം ആരാണെങ്കിലും അവിടെ ഇയാൾക്ക് ഭയങ്കര സ്വാധീനമാണ് ഭരണത്തിൽ. ഇയാൾ പറയുന്ന ആളെ പ്രസിഡന്റ് ആവുള്ളൂ, ഇയാൾ പറയുന്ന ആളെ ചീഫ് ജസ്റ്റിസ് ആവുള്ളൂ, ഇയാൾ പറയുന്ന ആളെ രഹസ്യ പോലീസിന്റെ തലവനാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യ ഗവൺമെന്റ് ഇതൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോണിയാഗാന്ധിക്ക് വിവരമില്ലെങ്കിലും ഈ കാര്യങ്ങൾ നോട്ട് ചെയ്തിരിക്കുകയല്ലേ. പിന്നെ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്, അതേപോലെ നമുക്കും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉണ്ട്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അവർ മുഴുവനും വിദേശത്ത് നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളും അവരപ്പം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പറഞ്ഞത് മുഴുവൻ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് അയാൾ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയെ കുറിച്ച് ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുനിൽ പറ. ഇവിടെ ഹിന്ദുക്കൾക്ക് പ്രശ്നം, ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം. നമ്മൾ ഫൈറ്റ് ചെയ്യണ എന്തിനു വേണ്ടിയിട്ട്? നമുക്കും ഈ ക്രിസ്ത്യാനികളെ പോലെയും ഇസ്ലാം സമുദായത്തിലെ അംഗങ്ങളെ പോലെയും മാന്യതയോടുകൂടി ജീവിക്കാൻ പറ്റണം. അതിനിവര് സമ്മതിക്കില്ല. നമുക്കെതിരെ നടത്തുന്ന സമരം മുഴുവൻ, നമുക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒന്നും അവർ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണില്ല. അതിൽ കേരള സ്റ്റോറി പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോ അതിനെതിരെ പ്രതിഷേധം നടത്തുന്നത്, ആ സിനിമ ആരും കാണരുതെന്നാണ് ഒരു മഫൻ ടെലിവിഷൻ ചാനലിൽ ന്യൂസ് റീഡറായിട്ട് വന്ന് വിളിച്ചു പറയുന്നത്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് സമുദായത്തിലൊക്കെ വലിയ ഇഷ്ടം, കാശ് കിട്ടി, ചില്ലറ വെള്ളം കിട്ടി. അല്ല, മറ്റൊരു ചാനൽ പ്രമുഖൻ കാണിച്ച കണ്ടില്ലേ, കയ്യില് ചായക്കപ്പുമായിട്ട് നിൽക്കുന്നു. ഉടനെ ഏതോ ഒരു പ്രേക്ഷകൻ മെസ്സേജ് അയക്കുന്നു, നോമ്പ് കാലത്താണോ ചായ കുടിക്കുന്നത്, ഉടനെ മാറ്റിയേക്കാമെന്ന് പറയുന്നു. അതെ, ഇതാണ് അപ്പീസ്മെന്റിന്റെ വേറൊരു മുഖമാണ് ഇത് മുഴുവൻ. അപ്പൊ അവര് പ്രക്ഷേപണം ചെയ്യുന്ന, അവര് സംപ്രേഷണം ചെയ്യുന്ന, അവര് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ എങ്ങനെ ഉണ്ടാവുന്നെന്ന് ആലോചിച്ച് നോക്കി. ഉറപ്പായിട്ട്. ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് വളരെ ആലോചിച്ച് ഉറച്ച തീരുമാനമാണ്. ഖമനേയി എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തലവനല്ല, അതിലൊക്കെ ഉപരി ഒരു മതനേതാവാണ്. ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ എടുത്ത് ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ മുസ്ലിം നയം വ്യക്തമാക്കി ആക്രമണോത്സുകമായ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയുമായി നടക്കുന്ന ഒരാളായതുകൊണ്ട് അയാൾ മരിച്ചാൽ ഇന്ത്യ അപലപിക്കേണ്ട കാര്യമില്ല എന്ന നിലപാട് ശരിയാണെന്നാണ് സാർ പറയുന്നത്. അതെ, സുനിലിന് അറിയില്ലേ, മഹാരാഷ്ട്രയിലെ പാൽഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ഹിന്ദു സന്യാസിമാരെ തല്ലിക്കൊന്നു മുസ്ലിം സമുദായക്കാരിൽ ചേർന്നിട്ട്. ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഈ പറയണ മദാമ അതിൽ പ്രതിഷേധിച്ചോ? ഇല്ല. അതുപോലെ നമ്മുടെ ലക്ഷ്മണാനന്ദ സരസ്വതി ഒറീസയിലുണ്ടായിരുന്ന അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ഈ കത്തോലിക്ക സമുദായത്തിന്റെയും മറ്റ് ഇവാഞ്ചലിസ്റ്റുകളുടെയും മാവോയിസ്റ്റുകളുടെയും സംയുക്ത സംരംഭത്തിന് വേണ്ടിയിട്ട് അയാളെ അദ്ദേഹത്തിനെ വധിച്ചതിൽ ഇവരാരെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇന്നവരെ ഒരു വാക്ക് വരെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴും വലിയ വിഷമമുണ്ട്. സുനിലിന്റെ ഒരു കാര്യം അറിയോ? ഛത്തീസ്ഗഡിൽ വിനോദ് ചൌബെ എന്ന് പറഞ്ഞൊരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, IPS കാരനാണ്. അദ്ദേഹം നക്സലൈറ്റുകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. അദ്ദേഹം നക്സലൈറ്റ് ഓപ്പറേഷൻസിന്റെ ഹെഡായിട്ട് വന്നപ്പോ നക്സലൈറ്റുകൾക്ക് അനങ്ങാൻ പറ്റാണ്ട് വന്നു. അദ്ദേഹത്തെ വധിച്ചു നക്സലൈറ്റുകൾ. ആരുടെ സഹായത്തോടു കൂടി? ഒരു ഡോക്ടറുടെ, അയാളുടെ ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ് വധിച്ചത്. ആ ഡോക്ടറിനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് ലോകം മുഴുവൻ ഒരു പ്രശ്നം ഉണ്ടാക്കി അയാൾ നിരപരാധിയാന്ന് പറഞ്ഞു അയാളെ വിട്ടയപ്പിച്ചു. അയാളെ വിട്ടയപ്പിക്കുക മാത്രമല്ല, പ്ലാനിംഗ് കമ്മീഷനിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗവും കൊടുത്തു അന്നക്കാലത്ത്. ഞാൻ പേര് പറയണല്ലോ, എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? നമ്മൾ വെറുതെ ശത്രുത സമ്പാദിക്കുക അതിന് വേണ്ടിയിട്ടാ. ഏതായാലും സോണിയാഗാന്ധി ഈ പറഞ്ഞ പോലെ, ഈ സോണിയയുടെ മകള് പ്രിയങ്കയാണല്ലോ റിവർ ടു സീ എന്നുള്ള ബാഗ്, അതായത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ഭാഗം ഈ മുസ്ലിമിന്റെ ആവണം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് എഴുതി വെച്ച ബാഗുമായി പാർലമെന്റിൽ വന്ന ആളാണ് പ്രിയങ്ക. പ്രിയങ്കയുടെ തള്ള അവരുടെ ഇസ്ലാമിനോടുള്ള കൂറ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ബാഗ് തൂക്കിയിട്ടത് കാരണം അവരുടെ ഫോട്ടോഗ്രാഫ് മുഴുവൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നു. പാർലമെന്റിൽ വന്നത് കാരണം. അവള് സാധാരണ ബാഗും കൊണ്ട് വന്നെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇവിടെ കേരളത്തിലെ ഒരു വനിത, ഒരു സിനിമാ നടി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവരും ഇതേപോലെ ഇതൊരു, എനിക്ക് എന്റെ പേരൊന്നും അറിയാൻ പാടില്ല, പടമുള്ള ബാഗുമായിട്ട് പോയി. ആരെങ്കിലും ശ്രദ്ധിക്കായിരുന്നോ? അവള് സാധാരണ ബാഗുമായിട്ട് വന്ന ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയിരിക്കുന്നത് മുഴുവനും. നമ്മളിപ്പോ 4 പേര് ഇപ്പൊ നാളെ സോണിയാഗാന്ധിനെ വാനോളം പുകഴ്ത്തുക, മോദിനെ ഇടിച്ച് താഴ്ത്തി പറയാ. അവാർഡ് ഷുവറാണ് സുനിൽ, അവാർഡ് ഷുവർ. പുസ്തകം എഴുതി കൊടുത്താൽ അവന് ഇത് വായിക്കൂല അവരാരും. ഒരു 5000 കോപ്പി ഈസി ആയിട്ട് ചെലവാകും, വേറെ കാശ് കിട്ടും. വേറെ അത് ഉറപ്പാണല്ലോ. നമ്മള് രണ്ടുകൂടെ ഇരുന്നിട്ട് സോണിയാഗാന്ധി പോലെ ഒരു നേതാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സോറോസ് കാശ് തരും, ജോർജ് സോറോസിന്റെ കാശ് കിട്ടും.
നമുക്ക് വേണം എന്റെ സുനിൽ, ഞാൻ ബോധം വിടുന്നു അത് പറഞ്ഞു. പക്ഷെ അതിലും ഭേദം നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതെ. ഏതായാലും ഈ ലേഖനത്തില് ഇതുപോലെ ആയമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് വീട്ടിൽ കുത്തിയിരിപ്പല്ലേ, കുഴിനകം കുത്തിക്കൊണ്ട് വീട്ടിൽ കുത്തിയിരിപ്പാണല്ലോ. അത് കാരണം എന്താ പറയുന്ന, ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരെങ്കിലും ലേഖനം എഴുതി കൊണ്ട് കൊടുക്കും. ഇതെന്താന്ന് ചോദിക്കും, പറയും ഇത് ഖമീനിയെ കുറിച്ച്. എന്നാ ഇത് ഏതെങ്കിലും പത്രത്തിൽ കൊടുക്കും. അല്ല, ഖമനിയെ കുറിച്ചാണ്. മോദിയെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മോദിയെ ആവശ്യത്തിന് ചീത്ത വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഉടനെ കൊടുത്തേക്കാൻ അത് വേണം. അത് എനിക്ക് വലിയ വിഷമം. ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഈ ഇന്ത്യൻ എക്സ്പ്രസ് തകർക്കാൻ വേണ്ടി മറ്റേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതുപോലെ ഈ ചേട്ടത്തിയും ചെയ്ത കാര്യങ്ങൾ മുഴുവൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മനുഷ്യൻ എന്തുമാത്രം ഉപദ്രവിച്ചിരുന്നു രാംനാഥ് ഗോയങ്കേനെ എന്നറിയാമോ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പത്രം ഇപ്പൊ ഇവരുടെ ലേഖനം അവർക്കും അറിയാം, ഇവർക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ള വിവരം. അത് മറ്റേ ബാർ വുമൺ ആയിരുന്നു എന്നറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ ചായ വിറ്റ ആൾക്ക് പ്രധാനമന്ത്രി ആവാന്നുണ്ടെങ്കിൽ പിന്നെ ബാർ വുമൺ എന്തുകൊണ്ട് നേതാവായിക്കൂടാന്നായിരിക്കും അവരുടെ പുതിയ പോളിസി. എനിക്കറിയില്ല. ഏതായാലും ഇന്ത്യ ഒരു കാര്യം ഉറപ്പിച്ചു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മൾ ഇറാനെ ആക്രമണത്തെ നമ്മൾ അപലപിക്കുന്നുണ്ട്. കാരണം UAE പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തെ നമ്മൾ അപലപിക്കുകയും MBZനെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുകയും ചെയ്തു. നെതന്യാഹുവായിട്ട് മോദി സംസാരിച്ചിട്ടുണ്ട്. ഖമനേയിയുടെ കാര്യത്തിൽ ഖമനേയിക്ക് അർഹതപ്പെട്ടത് കിട്ടി എന്ന ഒരു നിലപാട് ഇന്ത്യ എടുക്കുന്നത് വളരെ ശരിയെന്നാണ് എന്റെയും അഭിപ്രായം. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹി ഡിസർവ്ഡ് എ ഡെത്ത് ലൈക്ക് ദാറ്റ്. അയാൾക്ക് അതുപോലുള്ളൊരു മരണം അയാൾ അർഹിച്ചിരുന്നു. അയാള് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, ഇസ്രായേലില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച്, ഇസ്രായേലിനെ ആഗോള മുഖത്ത് നിന്ന് തുടച്ചു നീക്കണം, ജൂതന്മാരെ മൊത്തം കൊല്ലണം, അങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ലീഡർ പറയുന്നത്. അതെ അതെ അതെ. ഇപ്പൊ നമ്മുടെ കുറെ ഹിന്ദു സന്യാസിമാരെ മറ്റേ പല ലൈംഗിക അപവാദ കേസിലൊക്കെ പെട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടുണ്ട്. നമ്മുടെ രാജസ്ഥാനിലെ ഗുജറാത്തിലെ ഗോഡ്മാൻ ഉണ്ട്, അയാൾ ഇപ്പോഴും ജയിലിലാണ്. ആ മനുഷ്യൻ ഇങ്ങനെയൊന്നും പറയില്ല. ഇതിപ്പോ വേറെ ഇതുണ്ടാവുക, അതിനെ കുറിച്ച് അന്വേഷണം നടത്തി പറയേണ്ട ആൾക്കാർ വേറെയാണ്. പക്ഷെ എന്നാലും ഈ ഒരു സമുദായത്തിനെതിരെ ഒന്നും പറയില്ല. വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുക. ഇയാൾ ഇങ്ങനെ എന്തൊക്കെയാ പറയണെന്നറിയാമോ? ഇയാളുടെ പ്രസംഗത്തിന് മുഴുവനും വെറുപ്പ്, വൈരാഗ്യം, പിന്നെ അതുപോലെ തന്നെ വിദ്വേഷം, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹെയ്റ്റ് സ്പീച്ചിന് കേസ് എടുക്കുകയാണെങ്കിൽ അയാളെ എവിടെ പിടിച്ചുകൊണ്ടെന്ന് അയാളെ ആജീവനാന്തകാലം ജയിലിലിടേണ്ടതായി ഖമേനിയെ. അതെ അതെ. ഏതായാലും സാറിന്റെ ഒരു പ്രതികരണം കിട്ടിയതിൽ സന്തോഷം. കാരണം സോണിയാഗാന്ധി ഇങ്ങനെ പറയുമ്പോ കുമാർ ചെല്ലപ്പൻ സാറിനോടല്ലാത്ത മറ്റാരോടാണ് നമ്മൾ അഭിപ്രായം ചോദിക്കുക? എനിക്ക് അവരോട് ഒരു വെറുപ്പില്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ല, വെറുപ്പുള്ളതല്ല സാർ. ഇത്തരം കാര്യം ദേശീയ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും എല്ലാ ദിവസവും കുമാർ ചെല്ലപ്പൻ സാറിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. My God. Thank you, Sunil. Thank you so much. Okay, sir. Thank you.